പണ്ട് എനിക്കൊരു മീറ്ററൊന്നുമില്ല. ഞാൻ ഏതെങ്കിലും പാട്ടിൻ്റെ ട്യൂണിന് കണക്കാക്കി വരികൾ എഴുതിയിട്ട് പിന്നെ എൻ്റെ ഒരു ട്യൂൺ അതിന് ഇട്ട് അങ്ങനെയായിരുന്നു. അത് പ്രയാസമാണെന്ന് മനസ്സിലായപ്പം സ്വന്തമായിട്ട് ഈണങ്ങൾ കിട്ടുമ്പം അതിങ്ങനെ ഒരു എവിടുന്നോ വരുന്ന പോലെ വരികയാണ്. കുറേ പാട്ടുകൾ നമ്മുടെ അകത്തുള്ളതുകൊണ്ട് എല്ലാം കൂടെ മിക്സഡ് ആയിട്ട് വരും. അപ്പോൾ അതിനെ ഒരു അന്നൊക്കെ വാക്ക്മാനിൽ ഇതിൽ റെക്കോർഡ് ചെയ്യും. ഇന്നിപ്പം മൊബൈലിൽ റെക്കോർഡ് ചെയ്യും. പിന്നീട് അതിന് വരികൾ എഴുതി കൊണ്ടുവരും. ഓരോരുത്തർ സബ്ജക്റ്റ് പറയുമ്പോൾ അങ്ങനെ. ഒരു കാലത്ത് താജുക്ക ഉണ്ടാക്കിയ ഓളം ഈ പേരിൻ്റെ ട്രെൻഡായത് ഫാത്തിമ പേരിൻ്റെ ട്രെൻഡുകളായതുകൊണ്ട് അന്ന് ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ പോലെ അവരവരുടെ ഭാര്യമാരെക്കുറിച്ചും കാമുകിമാരെക്കുറിച്ചും നഷ്ടപ്രണയങ്ങളെക്കുറിച്ചൊക്കെയാണ് ഞങ്ങളോട് എഴുതാനും പാടാനൊക്കെ പറയാം. അതുകൊണ്ട് തന്നെ ആക്ഷേപമുണ്ടായി പൈങ്കിളി പാട്ടുകാരാണ്, കംപ്ലീറ്റ് പ്രണയമാണ്. ഞാൻ കുറേയൊക്കെ സൂഫി സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് ഇപ്പോഴും ആ ലൈനിൽ കുറച്ച് എനിക്കറിയാവുന്ന താത്വികമായ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി. അതിനും ചിലപ്പം അപ്പുറത്ത് എതിരഭിപ്രായമുള്ള ആളുകൾ ചോദിക്കാൻ വേണ്ടി വീട്ടിൽ വന്നിരുന്നിട്ടുണ്ട്. മാന്യമായിട്ട് തന്നെ ചോദിക്കും, നിങ്ങൾ എന്തുകൊണ്ട് ഈ ചരിത്രത്തെ ഇങ്ങനെ എഴുതി എന്നൊക്കെ ചോദിച്ചിട്ട് ആളുകൾ വന്നിട്ടുണ്ട്. ഈ സൂഫി സ്റ്റുഡൻ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് അതാണ് നികേഷ് സാർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. എൻ്റെ അനുഭവമാണ് പേഴ്സണലി. ഞാനൊരു ദൈവവിശ്വാസിയാണ്, മതഭ്രാന്തില്ല. അപ്പോൾ പലതും മതത്തിൽ പലതും നിഷിദ്ധമാണ്, അത് പാടില്ല ഇത് പാടില്ല എന്നൊക്കെ പല സ്ഥലത്തും പറയുമ്പം അത് അവർ പഠിച്ചതിനനുസരിച്ച് പറയുമായിരിക്കും. പക്ഷേ നമ്മളും കൂടെ അത് എല്ലാവരും അങ്ങനെ തന്നെ അനുസരിക്കണം എന്നുള്ളതിനോട് എനിക്ക് അത്ര യോജിപ്പില്ല. നമ്മൾ ജീവിച്ചു വരുന്ന ചുറ്റുപാടിൽ നമുക്ക് ബോധ്യപ്പെടുന്ന കുറേ സത്യങ്ങളുണ്ടല്ലോ സാർ. അപ്പോൾ ആ സത്യങ്ങൾക്കനുസരിച്ച് പോകാൻ പറ്റിയ ഒരു മാനുഷിക പരിഗണനകൾ എല്ലാവരെയും ഒരുപോലെ കാണാനുള്ള പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവാണ് ദൈവം എന്ന് വിശ്വസിക്കുകയാണെങ്കിൽ പ്രപഞ്ചത്തിലെ മുഴുവൻ ജീവജാലങ്ങളെയും പ്രത്യേകിച്ച് നമ്മൾ ജീവിക്കുന്ന ഭൂമിയിൽ നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരെയെങ്കിലും വ്യത്യസ്തരാകാതെ മനുഷ്യരെ എൻ്റെ കൂട്ടത്തിലുള്ള ഒരാളാണെന്ന് കാണാൻ പറ്റുന്ന ഒരു ദാർശനികത ഉള്ളത് സൂഫിസത്തിലാണ് ഞാൻ കണ്ടത്. അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ അത് ഫോളോ ചെയ്ത് അങ്ങനെ പോകുന്നു. അത് ഇപ്പോഴും പഠിക്കുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോഴും അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് പല ഗുരുനാഥന്മാരോട് ചോദിക്കും. ഇതിനകത്തും കുറേ ഇത് ആത്മീയത കച്ചവടം ചെയ്യാൻ എളുപ്പമുള്ള സാധനം ആയതുകൊണ്ട് ഇതിനകത്തും കുറേ വൽക്കരിക്കപ്പെട്ട കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ ആ ഏരിയ ഏതാണെന്ന് ഏതാണെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴും അതിൻ്റെ പഠനം തുടരുന്നുള്ള. ഷാഫി പലതരം എക്സ്പീരിയൻസിലൂടെ കടന്നു പോയിട്ടുള്ള ആളാണ്. ഇപ്പം പാചകക്കാരനായിരുന്നു അല്ലേ, പിന്നെ ഓട്ടോ ഡ്രൈവർ ആയിരുന്നു, അങ്ങനെ ഇപ്പം നേരത്തെ പറയുന്ന കേട്ടു കുപ്പിപ്പാത്രമൊക്കെ ഗ്ലാസ് ഒക്കെ കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ പാട്ട്. അപ്പോൾ അങ്ങനെ ഒരു ലൈഫായിരുന്നു ആദ്യഘട്ടത്തിൽ. അതെ അതെ, പാട്ടുകാരന് അല്ല മറ്റേ പിന്നീടാണ് ഇങ്ങനെ ഒരു കല എനിക്കിങ്ങനെ പാടാൻ കഴിയും, എനിക്കിങ്ങനെ എഴുതാൻ കഴിയും എന്നൊക്കെ തോന്നുന്നൊരു സാഹചര്യം. ഇപ്പം ഞാൻ പറയുന്നത് ഷാഫിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ്. കാരണം വെച്ചാൽ ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെ പോകുന്ന പല ആളുകളുണ്ടാവും. ഇത്തരം ചില കഴിവുകളൊക്കെ ഉണ്ടാവും, അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വളരെ വൈകും. ചിലപ്പം പിന്നീടൊക്കെ ആയിരിക്കും അവരത് എക്സൽ ചെയ്യുന്നത്. ഷാഫി വളരെ മുമ്പേ അത് സംഭവിച്ചു. ഷാഫിയുടെ കാര്യത്തിനകത്ത് വളരെ നേരത്തെ തന്നെ അല്ലേ, 2004 ആദ്യത്തെ ആൽബം വന്നു, പ്രവാസ ജീവിതമൊക്കെ അവസാനിപ്പിച്ച് ഇതിലേക്ക് വന്നു അല്ലേ, മാറി പുതിയൊരു മേഖലയിലേക്ക് വഴിതിരിഞ്ഞു വന്നു. പിന്നെ അങ്ങോട്ടേക്ക് പഴയ ഒരു രീതിയിലേക്ക് പോകേണ്ടിയേ വന്നിട്ടില്ലല്ലോ ഷാഫിക്ക്. ഇല്ല. പിന്നീട് തന്നെയാണ് ജീവിതം. കോവിഡ് വന്നപ്പോൾ മാത്രം ഞങ്ങളുടെ കലാമേഖലയാണല്ലോ, എന്ത് ദുരന്തം വന്നാലും ആദ്യം അടച്ചു പൂട്ടുന്നത്, ഏറ്റവും അവസാനം തുറക്കപ്പെടുന്നത്. അപ്പോൾ എനിക്ക് ഒരു നിർവാഹം ഉണ്ടായിരുന്നില്ല. ആ സമയത്താണ് വീട് പണി പൂർത്തീകരിച്ച് 8 വർഷത്തോളം ഞാൻ വീട് പണി അങ്ങനെ ബാങ്കിൽ നിന്ന് ലോണും കാര്യങ്ങളും എടുക്കണ്ട എന്നുള്ള തീരുമാനം കൊണ്ട് തന്നെ പതുക്കെ ബാധ്യതകളില്ലാതെ കിട്ടുന്ന പൈസക്ക് സ്വരൂപിച്ച് അങ്ങനെ വീട് എടുക്കുമ്പം എൻ്റെ സ്വപ്നത്തിലെ ഒരു ചെറിയ അത്യാവശ്യം നല്ല വീട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പൂർത്തീകരിക്കാൻ നേരം വൈകി. അപ്പോൾ അതിൽ കുറച്ച് ബാധ്യതകളുള്ളതുകൊണ്ട് എനിക്ക് ബാങ്ക് ബാലൻസ് എന്ന് പറയുന്ന സാധനമൊന്നുമില്ല. അപ്പോൾ ചോദ്യചിഹ്നം പോലെ ഇങ്ങനെ നിൽക്കുകയാണ് ലൈഫ്. ഇനി എത്ര കാലം ഇത് പൂട്ടിയിടപ്പോഴും ഞാൻ എന്ത് ചെയ്യുന്നു? അപ്പോൾ ഞാൻ സുഹൃത്തിൻ്റെ റെഡിമെയ്ഡ് ഷോപ്പിൽ തുറക്കാൻ അനുവദിക്കപ്പെട്ട കുറച്ച് കടകളുടെ കൂട്ടത്തിൽ പെട്ടായിരുന്നു റെഡിമെയ്ഡ് ഷോപ്പ്. അവിടെ പോയി ജോലി ചെയ്തു. ഡെയിലി 800 രൂപ. ഞാനിത് പിന്നീട് പറഞ്ഞിട്ടുണ്ട്. അതെ, അഭിമാനത്തോടെ ആണ് പറയുന്നത്. ജോലി ചെയ്ത് ജീവിക്കുക എന്നുള്ള. അന്നേരം ഒരുപാട് സുഹൃത്തുക്കൾ ഈ പറഞ്ഞ പോലെ പാട്ടിനെ ഇഷ്ടപ്പെടുന്നവർ, എൻ്റെ ചെറുപ്പം മുതലുള്ള സുഹൃത്തുക്കൾ ഗൾഫിലുള്ളവരൊക്കെ പറഞ്ഞു, നീ എന്തിൻ്റെ പേരിൽ അങ്ങനെ ജോലി ചെയ്യാൻ പോകുന്നത്, ഞങ്ങൾ തരില്ലേ. ഞാൻ പറഞ്ഞു ഞാൻ വല്ല രോഗിയായിട്ട് കിടപ്പിലാകുകയോ അങ്ങനെ വല്ലതും ആയോ? ഇല്ലല്ലോ, എനിക്ക് ആരോഗ്യമല്ലേ. നിങ്ങൾ എത്ര കാലം എന്ന് വെച്ചിട്ട് സഹായിക്കും? അത് ശരിയല്ലല്ലോ. അപ്പൊ അങ്ങനെ പോകേണ്ടിയൊക്കെ വന്നിട്ടുണ്ടല്ലോ. അത് ഭയങ്കര പ്രത്യേകിച്ച് നാടകക്കാരൊക്കെ ഉണ്ടല്ലോ, ഈ സ്റ്റേജ് ഷോ ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യരെല്ലാം പെട്ടുപോയി. അതുപോലെ ഈ നമ്മളെ ഇൻസ്ട്രുമെന്റ്സ് കൈകാര്യം ചെയ്യുന്ന ആളുകളെ വാദ്യോപകരണങ്ങളുടെ കലാകാരന്മാരാണ് ഭയങ്കരമായിട്ട് പെട്ടുപോയിട്ടുണ്ട്.
അല്ല എല്ലാ മേഖലയും എന്ന് വെച്ചാൽ സിനിമയും സീരിയലായിട്ട് സീരിയലിലെ എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്ന ഒരു ടാക്സിക്കാർ. അതെനിക്ക് ഉപകരിച്ചത് എന്തുകൊണ്ടാണ്, ആ സമയം എനിക്ക് കൂടുതൽ അധ്വാനിക്കാൻ പോകാനുള്ള, അല്ലെങ്കിൽ നമുക്ക് എന്ത് ജോലി കിട്ടിയാലും ചെയ്യാന്നുള്ളൊരു പിന്നെ വിഷമമില്ലാതെ ആത്മാർത്ഥമായിട്ട് ആവേശത്തോടു കൂടി അത് നല്ല കാര്യം അതിനകത്ത് ആരെന്ത് പറയുന്നു പണ്ട് നമ്മൾ കുറെ അധ്വാനിച്ച് വന്നുകൊണ്ടാണ്. മനസ്സിലായി. അല്ല, പല കലാകാരന്മാർക്കേ അഭിമാന പ്രശ്നം കൊണ്ടും ചെയ്ത് ശീലമില്ലാത്തതുകൊണ്ടും വേറൊരു ഇതിങ്ങനെ മുടങ്ങി പോകുന്ന ഒരു അവസ്ഥ ആരും പ്രതീക്ഷിക്കുന്നില്ലല്ലോ നമ്മളാരും. അതെ. പലരും എന്നിട്ട് ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോകുന്നൊക്കെ പറഞ്ഞ് വിളിച്ചു പറഞ്ഞ ആളുകളുണ്ട് എന്നോട്. അപ്പൊ ഞാൻ എന്നെ കൊണ്ട് ആകുമ്പോലൊക്കെ ഉദ്ദേശിച്ചു. അതൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക്